പ്രിയമുള്ളവരെ, വചനജ്വാല 1415 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 16 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ സുഭാഷിതങ്ങൾ 26-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെ ഭോഷനെ ബഹുമതി ഇണങ്ങുകയില്ല. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൻ, ഭോഷന്റെ മുതുകിന് വടിയും. ഭോഷനോട് അവന്റെ വിഡ്ഢിത്തത്തിന് ഒപ്പിച്ച് മറുപടി പറയരുത്, നീയും അവനും തുല്യനെന്ന് വരും. ഭോഷനെ തന്റെ ഭോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും. ഭോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത്. നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തു കാല് പോലെയാണ് ഭോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം. ഭോഷനെ ബഹുമാനം കൊടുക്കുന്നത് കവിണിയിൽ കല്ല് തൊടുക്കുന്നത് പോലെയാണ്. മദ്യപന്റെ കയ്യിൽ തുളഞ്ഞു കയറിയ മുള്ളു പോലെയാണ് ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യം. വഴിപോയ ഭോഷനെയോ മദ്യപനെയോ കൂലിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എയ്യുന്ന വില്ലാളി പോലെയാണ്. ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദിക്കുന്നത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. ജ്ഞാനി എന്ന് ഭാവിക്കുന്നവനേക്കാൾ ഭോഷനെ കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ചൂഴിക്കുറ്റിയിൽ കതകെണ്ണ പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അലസൻ കൈ പാത്രത്തിൽ താഴ്ത്തി വയ്ക്കുന്നു, അത് വായിലേക്കടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്. വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള 7 പേരെക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു. അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്നവനെ പോലെയാണ്. അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്കു മാത്രം എന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ്. വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു, ഏഷണിക്കാരൻ ഇല്ലാത്തിടത്ത് കലഹം ശമിക്കുന്നു. കരി കനലിനെയും വിറക് അഗ്നിയെയും എന്ന പോലെ കലഹപ്രിയൻ ശണ്ട ജ്വലിപ്പിക്കുന്നു. ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷണങ്ങൾ പോലെയാണ്, അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മലിന ഹൃദയം മറച്ചു വയ്ക്കുന്ന മധുര വാക്കുകൾ മൺപാത്രത്തിന്റെ മിനുക്കുപണി പോലെയാണ്. മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത്, കാരണം അവന്റെ ഹൃദയത്തിൽ 7 മ്ലേച്ഛതയുണ്ട്. അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സംഘത്തിൽ വെച്ച് വെളിപ്പെടും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും.
കള്ളം പറയുന്നത് അവന് ഇരയായവരെ വെറുക്കുകയാണ്. മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കർമ്മല മാതാവിനെ അനുസ്മരിക്കുന്ന പ്രത്യേക ദിവസമാണ്. നമുക്കെല്ലാവർക്കും കർമ്മല മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു. എല്ലാ രൂപതകളിലും ആഘോഷിക്കുന്ന ദൈവമാതാവിന്റെ തിരുനാളാണ്. പാലസ്തീനയിലെ കർമ്മലമലയിൽ ആരംഭിച്ച കർമ്മലീത്ത സഭ കുരിശു യുദ്ധകാലത്ത് യൂറോപ്പിൽ പരന്നു. സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്ട്രോക്ക് കാർമലിലെ സുന്ദര കുസുമമേ തുടങ്ങിയ പ്രാർത്ഥനകൾ എന്നും ചൊല്ലുമായിരുന്നു. 1251 ജൂലൈ 16 അർദ്ധരാത്രി സൈമൺ സ്ട്രോക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുകയും കർമ്മലോത്തിരീയം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം യൂറോപ്പ് മാത്രമല്ല, ലോകം മുഴുവനും പരക്കുകയും എല്ലാ മരിയ ഭക്തരും ഉത്തരീയം ധരിക്കാൻ തുടങ്ങുകയും ചെയ്തു. 1322 മാതാവ് 22-ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഓരോ ശനിയാഴ്ചയും ശുദ്ധീകരണ സ്ഥലത്തിൽ ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചവരെ വ്യവസ്ഥകൾ പാലിക്കാതെ എല്ലാം അവരെയൊക്കെ മോചിപ്പിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വളരെ പ്രത്യേകമായി ഉത്തിരിയ മാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുകയും കർമ്മല മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.